എസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പഠനത്തിനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ ഒരു വിസ അപേക്ഷ തയ്യാറാക്കുക എന്നത് വലിയ ചെലവുള്ളതും സങ്കീർണവുമായ ഒന്നായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക അപേക്ഷകരും സഹായം തേടുന്നത് ChatGPT, ക്ലൗഡ്, ജെമിനി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ടൂളുകളുടേതാണ്. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റുകൾ, റെക്കമെൻഡേഷൻ ലെറ്ററുകൾ എന്നിവയൊക്കെ എഴുതി തയ്യാറാക്കാൻ പലരും ഇപ്പോൾ വ്യാപകമായി AI ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ വിസ അപ്രൂവൽ സാധ്യത വർദ്ധിപ്പിക്കുമോ, അതോ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാൻ കാരണമാകുമോ? നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് വിശദമായി നോക്കുന്നത്. US ഇമിഗ്രേഷൻ വകുപ്പ് വിസ പരിശോധനകൾക്ക് AI ഉപയോഗിക്കാറുണ്ടോ എന്ന സംശയം ഇന്ന് പലർക്കുമുണ്ട്. നമുക്ക് നോക്കാം. അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗമായ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇപ്പോൾ അപേക്ഷകൾ പരിശോധിക്കാൻ AI സംവിധാനങ്ങൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ അറ്റോർണിയായ കെവിൻ ജെ ആൻഡ്രൂസ് പറയുന്നതനുസരിച്ച് USCIS എവിഡൻസ് ക്ലാസിഫയർ എന്നൊരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു വിസ ഓഫീസർ നിങ്ങളുടെ ഫയൽ തുറന്നു നോക്കുന്നതിന് മുൻപ് തന്നെ അതിലെ വിവരങ്ങൾ പഴയ രേഖകളുമായി ഒത്തുനോക്കുകയും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഫ്ലാഗ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഓർക്കുക, ഈ സംവിധാനം വിസ ഓഫീസർക്ക് പകരക്കാരനല്ല, മറിച്ച് അപേക്ഷകൾ വേഗത്തിൽ തരംതിരിക്കാനും തട്ടിപ്പുകൾ കണ്ടെത്താനുമുള്ള ഒരു സഹായി മാത്രമാണ്. കൂടാതെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വരെ ഈ സിസ്റ്റത്തിന്റെ നിരീക്ഷണ പരിധിയിൽ വരാം. AI വഴി ഡോക്യുമെന്റുകൾ തയ്യാറാക്കുമ്പോൾ വരുന്ന പ്രധാന പിഴവുകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. പല അപേക്ഷകരും വിചാരിക്കുന്നത് മനോഹരമായ ഭാഷയിൽ AI എഴുതി നൽകുന്ന കത്തുകൾ കണ്ടാൽ ഓഫീസർമാർ വിസ തരുമെന്നാണ്. എന്നാൽ അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഇതിനെക്കുറിച്ച് അഭിഭാഷകരായ ദിവാൻഷി ചന്ദ്ര, നിഖിൻ തരൻ എന്നിവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലപ്പോൾ AI നിങ്ങൾക്ക് വ്യാജ വിവരങ്ങൾ നിർമ്മിച്ചു നൽകുമെന്നാണ് അഭിഭാഷകർ പറയുന്നത്. AI ഇല്ലാത്ത അവാർഡുകളോ നിലവിലില്ലാത്ത റിസർച്ച് പേപ്പറുകളോ തെറ്റായ നിയമപരമായ പരാമർശങ്ങളോ സ്വന്തമായി ഉണ്ടാക്കി എഴുതി ചേർക്കും. ഇത് വിസ ഓഫീസർമാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നും അവർ പറയുന്നു. അടുത്തത് പൊതുവായ ശൈലിയാണ്. വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രം AIക്ക് നൽകി ഒരു വലിയ ലെറ്റർ എഴുതാൻ ആവശ്യപ്പെടുമ്പോൾ അത് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന അതേ കമ്പ്യൂട്ടർ ശൈലിയിലുള്ള കത്ത് തയ്യാറാക്കി തരുന്നു. ഇത് ഓഫീസർക്ക് വേഗത്തിൽ മനസ്സിലാകും. അടുത്തത് അമിതമായ പുകഴ്ത്തലുകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ അപേക്ഷകർ തങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് മറയ്ക്കാൻ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ലീഡർ, ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്ട് തുടങ്ങിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ AIയോട് ആവശ്യപ്പെടാറുണ്ട്. കൃത്യമായ തെളിവുകളില്ലാതെ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് വിശ്വാസ്യത തകർക്കും എന്നും അവർ പറഞ്ഞു. ലെറ്റർ ChatGPT വഴി തയ്യാറാക്കിയതാണെന്ന് USCISന് കണ്ടെത്താൻ കഴിയുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. നമുക്ക് നോക്കാം. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് പൂർണ്ണമായി കണ്ടുപിടിക്കാനുള്ള കൃത്യമായ ഡിറ്റക്ടറുകൾ USCIS ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇമിഗ്രേഷൻ ഓഫീസർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം തുടർച്ചയായ ഒരു ഘടനയിലുള്ള വാക്യങ്ങൾ, കൃത്യമായ വിവരങ്ങൾക്ക് പകരം അനാവശ്യ വിവരങ്ങൾ എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊരാൾ സ്വന്തമായി എഴുതിയതല്ല എന്ന് വ്യക്തമാകും. പൊതുരേഖകളുമായി ഒത്തുപോകാത്ത വിവരങ്ങൾ വരുമ്പോഴാണ് സിസ്റ്റം ഇത് ഫ്ലാഗ് ചെയ്യുന്നത്. AI ഉപയോഗിക്കുമ്പോൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണ്? നിങ്ങൾ AI ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ഒരിക്കലും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതാൻ AIയോട് ആവശ്യപ്പെടുക. ഏതെങ്കിലും വിവരം കുറവാണെങ്കിൽ അത് സ്വന്തമായി ഉണ്ടാക്കി എഴുതുന്നതിന് പകരം ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ഇട്ട് തരാനോ നിർദ്ദേശം നൽകണമെന്നും അവർ പറയുന്നു. എഴുതുന്നതും വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതും രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളായി നിങ്ങൾ കാണുക. വിസ കാറ്റഗറി അനുസരിച്ച് AI നിർദ്ദേശങ്ങൾ മാറ്റണമോ? നമുക്ക് നോക്കാം. തീർച്ചയായും മാറ്റണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഓരോ വിസ കാറ്റഗറിയും ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണ്. EB-1A പോലെയുള്ള വിസകൾക്ക് അനാവശ്യ വിശേഷണങ്ങൾ ഒഴിവാക്കി കൃത്യമായ കണക്കുകളും തെളിവുകളും വേണം ഉൾപ്പെടുത്താൻ. ഇനി H-1B വിസകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ലെറ്ററുകൾ, കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ശമ്പള നിരക്ക്, ലേബർ ആപ്ലിക്കേഷൻ എന്നിവയുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം. ഇനി F-1 സ്റ്റുഡന്റ് വിസകളുടെ കാര്യം നോക്കിയാൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ഓർഗനൈസ് ചെയ്യാൻ മാത്രം AI ഉപയോഗിക്കുക. പൂർണ്ണമായി അത് എഴുതാൻ AIയെ അനുവദിക്കരുത്. വക്കീലിനെ വെക്കാൻ പണമില്ലാത്തവർക്ക് AI എത്രത്തോളം സഹായകരമാണ് എന്ന സംശയം പലരും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ AIക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും
ഡോക്യുമെന്റുകൾ ലളിതമാക്കാനും സഹായിക്കാം. എന്നാൽ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അതിന് കഴിയില്ല. ചെറിയൊരു തെറ്റായ വിവരമോ തെറ്റിദ്ധാരണയോ ഉണ്ടാക്കുന്ന പ്രസ്താവനയോ അപേക്ഷയിൽ വന്നാൽ ഭാവിയിൽ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് ആജീവനാന്ത വിലക്ക് വരെ ലഭിച്ചേക്കാം. അതുകൊണ്ട് അന്തിമ തീരുമാനം എപ്പോഴും മനുഷ്യന്റേതായിരിക്കണം. നമ്മൾ AI-യുമായി നടത്തുന്ന ചാറ്റുകൾ നമുക്കെതിരെ തെളിവായി വരുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് ഹെപ്നർ എന്ന US ഫെഡറൽ കേസ് അനുസരിച്ച് ഒരു വ്യക്തി പൊതുവായ AI പ്ലാറ്റ്ഫോമുകൾക്കായി നടത്തുന്ന ചാറ്റുകൾക്ക് നിയമപരമായ പരിരക്ഷയില്ല. അതായത് നിങ്ങളുടെ അപേക്ഷയിലെ സംശയങ്ങളെക്കുറിച്ചോ മറ്റോ നിങ്ങൾ സൗജന്യ ചാറ്റ് ബോട്ടുകളോട് ചോദിച്ചാൽ അത് നാളെ ഒരു തെളിവായി പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ്: AI എന്നത് നിങ്ങളുടെ വിസ അപേക്ഷയിലെ ഒരു മികച്ച എഡിറ്റർ മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ കേസിന്റെ ശില്പിയല്ല. ഏതൊരു രേഖയും സമർപ്പിക്കുന്നതിന് മുൻപ് ഈ 4 ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക. ഇതിലുള്ളത് സത്യമാണോ? ഇത് കൃത്യമാണോ? എനിക്കിത് തെളിയിക്കാൻ സാധിക്കുമോ? എന്റെ കയ്യിലുള്ള തെളിവുകളുമായി ഇത് ഒത്തുപോകുന്നുണ്ടോ? നിങ്ങളുടെ യഥാർത്ഥ കഥകൾ മാത്രം AI-ക്ക് നൽകുക. നിർമ്മിതിക്ക് ശേഷമുള്ള പരിശോധന വളരെ പ്രധാനമാണ്. ഒരു ഇമിഗ്രേഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സാധിക്കുമെങ്കിൽ ഒരു അംഗീകൃത ഇമിഗ്രേഷൻ വക്കീലിന്റെ സഹായം തേടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നത്.